ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ഓക്കെ, നോക്കാം നമുക്ക് ഇന്നത്തെ മാർക്കറ്റ് എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ ഡിസംബർ തേർഡ് വീക്ക് ആണ് അല്ലെങ്കിൽ ലാസ്റ്റ് വീക്ക് ആണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ മാർക്കറ്റിലുണ്ട്. വോളിയം കുറവും അതുപോലെ തന്നെ മാർക്കറ്റ് മാനിപ്പുലേറ്റ് ആക്കുന്നൊക്കെ ഉണ്ട്. ഞാൻ ക്രോസ് ചെക്ക് ചെയ്യുന്ന ടൈമിൽ ഇന്നൊന്നും നല്ലൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഞാനൊന്നും കാണുന്നില്ല ഒരു വ്യൂ, എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ. ദെൻ ഇന്നലെ നമ്മൾ പ്ലാൻ ചെയ്ത ട്രേഡ്സ് ഒന്നും എന്ത് ചെയ്തിട്ടില്ല, പ്രോപ്പർ ആയിട്ട് വർക്കൗട്ട് ആയിട്ടുമില്ല. ഓക്കെ, അപ്പൊ അതിൻ്റെതായിട്ടുള്ള റീസൺസ് കാര്യങ്ങളുണ്ട്. നമുക്ക് നോക്കാം എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാൻ ഡിസ്കസ് ചെയ്യാം. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിസംബർ ലാസ്റ്റ് വീക്കിലോട്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു ഐ തിങ്ക് ഫസ്റ്റ് 2 to 3 വീക്സ് കമ്പാരിറ്റീവ്ലി വലിയ പ്രശ്നമില്ലായിരുന്നു. നല്ല ട്രേഡ്സ് നല്ല ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ തന്നിട്ട് പോകുമായിരുന്നു. പക്ഷേ ഇന്നലെ ഓൺവേർഡ്സ് എന്ത് ചെയ്യാൻ തുടങ്ങി, മാർക്കറ്റ് പതിയെ പതിയെ സ്ലോ ആവാൻ തുടങ്ങി. നിങ്ങൾ മാർക്കറ്റിൽ നോക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, മാർക്കറ്റിന്റെ ബിഹേവിയർ കാര്യങ്ങൾ അറിയുന്നുണ്ടാകും. ദെൻ അതുപോലെ തന്നെ പിന്നെ നമുക്കറിയാം മാർക്കറ്റ് എന്ത് ചെയ്യുന്നില്ല, നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഏരിയാസ് ഒന്നും ലിക്വിഡിറ്റീസ് ഒന്നും പ്രോപ്പർ ആയിട്ട് റെസ്പെക്ട് ചെയ്യുന്നില്ല. കാരണം ലിക്വിഡിറ്റീസ് നമ്മൾ എന്തിനാണ് പറയുന്നത്, ഒരു ബൾക്ക് നമ്പർ ഓഫ് ഓർഡേഴ്സ് പെൻഡിങ് ആയിട്ട് നിൽക്കുക, അല്ലെങ്കിൽ അവിടെ അത്രയും ഓർഡേഴ്സ് എടുത്തിട്ട് മാർക്കറ്റ് എന്ത് ചെയ്യാം, മൂവ് ഓൺ ചെയ്യാം. അപ്പൊ മേ ബി നമ്മൾ വിചാരിക്കുന്ന ഏരിയാസിലുള്ള അല്ലെങ്കിൽ ലിക്വിഡിറ്റീസിലൊന്നും എന്തില്ല, ഓർഡേഴ്സുകൾ ഇല്ല. കാരണം മാർക്കറ്റിൽ ആളുകൾ ഇല്ലാത്തതുകൊണ്ട്, വോളിയം ഇല്ലാത്തതുകൊണ്ട് ആ ഒരു ഏരിയയിലൊന്നും പ്രോപ്പർ ലിക്വിഡിറ്റി ഇല്ല. അതുകൊണ്ടാണ് നമ്മളെ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് എന്ത് ചെയ്യാത്തത്, പ്രോപ്പർ ആയിട്ട് ഇറങ്ങാത്ത. അവിടെ ബൾക്ക് നമ്പർ ഓഫ് ഓർഡേഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്നുള്ള ആ ഒരു ലിക്വിഡിറ്റി കളക്ട് ചെയ്തിട്ട് മാർക്കറ്റ് റിയാക്ഷൻ തരേണ്ടതാണ്. പക്ഷെ അവിടെ ആവശ്യത്തിനുള്ള ഇനഫ് ലിക്വിഡിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്, ഓർഡേഴ്സ് ഇല്ലാത്തതുകൊണ്ടാണ് മാർക്കറ്റ് എന്ത് ചെയ്തത്, അതും റെസ്പെക്ട് ചെയ്തിട്ട് പോകുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളെ ഏരിയാസും കൂടെ അതിൽ ലിക്വിഡിറ്റി ആയിട്ട് എന്ത് ചെയ്യും, സ്റ്റോപ്പ് ലോസ് ഒക്കെ ഗ്രാബ് ചെയ്ത് മുകളിലോട്ട് പോകും. അപ്പൊ നമുക്കത് ഇന്നത്തെ ലൈവ് എക്സാമ്പിൾ വെച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്ത് തരാം, പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, അപ്പൊ അങ്ങനത്തെ അതുകൊണ്ടാണ് മാനിപ്പുലേഷൻസും ഫേക്ക് ബ്രേക്ക് ഔട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളത് മാർക്കറ്റിൽ എന്ത് ചെയ്യുന്നത്, ഡിസംബറിൽ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ സോ മാക്സിമം ലൈവ് അക്കൗണ്ട്സ് കാര്യങ്ങളൊക്കെ റിസ്ക് ഫ്രീ ആക്കിയിട്ട് സേഫ് ആക്കി വെക്കുക. നമുക്ക് ജാനുവരി ഓൺവേർഡ്സ് മാർക്കറ്റ് അവിടെ തന്നെ ഉണ്ട്. ജാനുവരി ഓൺവേർഡ്സ് നമുക്ക് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ അത് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പൊ അതുവരെ ജസ്റ്റ് മാർക്കറ്റിന് എന്ത് ചെയ്യാം, ഒന്ന് വാച്ച് ചെയ്യുക, ട്രാക്ക് ചെയ്യുക. ഓക്കെ, ഡെമോ അക്കൗണ്ടിലൊക്കെ ട്രേഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, അങ്ങനെ വർക്ക്ഔട്ട് ചെയ്താൽ മതി. ഓക്കെ, സോ ഗോൾഡിൽ നോക്കാം. ഗോൾഡിൽ ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓൾ ടൈം ഹൈയിലാണ്, ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി കിട്ടാനുള്ള ചാൻസ് ഇല്ല. കാരണം ഓൾ ടൈം ഹൈ ഹിറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് മാർക്കറ്റ് അങ്ങനെ തന്നെ ആയിരിക്കും. ചിലപ്പോൾ ഭയങ്കരമായിട്ട് അങ്ങനെ ആ ഒരു മൊമെന്റം കണ്ടിന്യൂ ചെയ്തിട്ട് അങ്ങനെ പോകും. ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഒന്നും പ്രോപ്പർ ആയിട്ട് തരില്ല. പിന്നെ അതിലൊക്കെ കൗണ്ടർ ആയിട്ടും റിസ്കി ആയിട്ടൊക്കെയുള്ള ട്രേഡ്സ് കാര്യങ്ങളൊക്കെ എടുക്കാന്നുള്ളതാണ്. നമ്മൾ അങ്ങനത്തെ അഗ്രസീവ് എൻട്രി 1 മിനിറ്റ് എൻട്രീസ് ഒന്നും എന്ത് ചെയ്തിട്ടില്ല, ലൈവിൽ ഡിസ്കസ് ചെയ്തിട്ടില്ല. ഓക്കെ, നമ്മൾ ബൈയിങ് ആയിരുന്നു എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളൊക്കെ കുറച്ചുകൂടി താഴത്തോട്ടൊക്കെ വന്നിട്ട് ബൈ എൻട്രി ആയിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കണ്ടോ ഇവിടെ തന്നെ മാർക്കറ്റ് എന്ത് ചെയ്തു, ഒരു സ്ട്രക്ചർ ഒന്നും ഇല്ല മാർക്കറ്റ് അങ്ങനെ എന്ത് ചെയ്യാണ്, പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്ത് പോവാണ്. ഓക്കെ, ഇവിടെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വന്നു. ദെൻ ഈ ഒരു ഹൈ എന്ത് ചെയ്തിട്ടുണ്ട് മാർക്കറ്റിൽ, 3 ക്യാൻഡിൽ കൺഫർമേഷൻ വന്നിട്ടുണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യാം, നമുക്ക് നോക്കാം. ഓക്കെ, ജസ്റ്റ് ഇവിടെ ഒരു ക്ലോസ് വന്നു. ദെൻ ഇതിന് മാർക്കറ്റ് അല്ല, ഇത് 3 ക്യാൻഡിൽ കൺഫർമേഷൻ എന്ത് ചെയ്തിട്ടില്ല, മാർക്കറ്റ് ആയിട്ടില്ല. സോ ഇതൊരു ഹയർ ഹൈ ആയിട്ടൊന്നും നമുക്ക് കൺസിഡർ ചെയ്യാൻ കഴിയില്ല. ദെൻ ഇവിടെയും 3 ക്യാൻഡിൽ ആയിട്ടില്ല. ദെൻ ഓക്കെ, ഇവിടെയാണ് പിന്നെ ഒരു 3 ക്യാൻഡിൽ കൺഫർമേഷൻ എന്ത് ചെയ്തിട്ടുള്ളത്, പ്രോപ്പർ ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, സോ ഇവിടെ ആണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ പഠിച്ച പ്രകാരമുള്ള ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യാം. ഓക്കെ, ലാസ്റ്റ് ഉണ്ടാക്കിയ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. ഓക്കെ, ദെൻ ഈ ഒരു ഹൈയും ഏകദേശം കൺഫേം ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ സോ ഇതാണ് ഇവിടുത്തെ ഒരു സ്വിംഗ് ഏരിയ എന്ന് പറയുന്നത്. പക്ഷെ ഒരിക്കലും ഞാനത് നോക്കുന്നില്ല, ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നില്ല, ഫോക്കസ് ചെയ്യുന്നില്ല. ഓക്കെ, കാരണം ഓൾ ടൈം ഹൈ ആണ്, മാർക്കറ്റിൽ എന്തും സംഭവിക്കാം. ഓക്കെ, സോ ഇതാണ് സ്ട്രക്ചർ വരുന്നത്. പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് റിസ്കി ട്രേഡ്സ് ഒക്കെ അഗ്രസീവ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, കൺസിഡർ ചെയ്യാം. ഓക്കെ, ഞാൻ പേഴ്സണലി നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഗോൾഡിൽ എന്ത് ചെയ്യുന്നില്ല, കാണുന്നില്ല. ഓക്കെ, ദെൻ GBP USD. ഓക്കെ, GBP USD ആണ് ഞാൻ പറഞ്ഞ രീതിയിൽ മാർക്കറ്റ് വർക്ക്ഔട്ട് ആയിട്ടുള്ളത് അല്ലെ. കാരണം ലിക്വിഡിറ്റീസ് ഒന്നും എന്ത് ചെയ്തില്ല, പ്രോപ്പർ ആയിട്ട് കിട്ടിയിട്ടില്ല. കാരണം ഇതായിരുന്നു നമ്മൾ ഇന്നലെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന സെൽ എൻട്രി. ഓക്കെ, പക്ഷെ മാർക്കറ്റ് എന്ത് ചെയ്തു, ഇവിടെ വന്നു, ഇവിടെ നിന്നുള്ള ഫണ്ട് ഒന്നും ഇല്ല, മാർക്കറ്റിൽ ആവശ്യത്തിനുള്ള ലിക്വിഡിറ്റീസ് കാര്യങ്ങളൊന്നും ഇല്ല ഇവിടുന്ന്. സോ ഒരു ചെറിയ റിയാക്ഷൻ തന്നിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, അതങ്ങനെ ഗ്രാബ് ചെയ്ത് പോയി. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ട്രേഡ് എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, സ്റ്റോപ്പ് ലോസിലോട്ട് പോയിട്ടുണ്ടാവും. ട്രേഡ് നമ്മൾ ഇന്നലെ പ്ലാൻ ചെയ്ത ട്രേഡിംഗ് പ്ലാൻ എന്ത് ചെയ്തിട്ടില്ല, വർക്ക്ഔട്ട് ആയിട്ടില്ല. ഓക്കെ, സ്റ്റോപ്പ് ലോസിലോട്ട് ആയിരിക്കും. കാരണം ഡിസംബറിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളുണ്ട്. ഓക്കെ, അതായത് നമുക്കറിയാമായിരുന്നു ഇതായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്വിംഗ് ലോ ആൻഡ് സ്വിംഗ് ഹൈ. സ്വിംഗ് ഹൈനെ മാർക്കറ്റ് എന്ത് ചെയ്തു, ഗ്രാബ് ചെയ്തു. വീണ്ടും ട്രെൻഡ് എന്തിലോട്ട് തന്നെ മാറി, അപ് സൈഡിലോട്ട് തന്നെ മാറിയിട്ടുണ്ട്. ഓക്കെ, അപ് സൈഡിലോട്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, മാർക്കറ്റിൽ അത് മാറിയിട്ടുണ്ട്. ഞാനിതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യുന്നുണ്ട്. ഇവിടെയാണ് നമുക്ക് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, സോറി ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആണ്, കാരണം റിവേഴ്സ് ആവല്ലേ.
ചേഞ്ച് ഓഫ് ക്യാരക്ടർ വന്നു. കാരണം ഇതായിരുന്നു നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ലോ പോയിന്റ്, ഹൈ പോയിന്റ്. ഹൈനെ മാർക്കറ്റ് സ്വീപ്പ് ചെയ്തു. ദെൻ മാർക്കറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ നമുക്ക് ഈ ഒരു ഹൈ കൺഫേം ആയിട്ടുണ്ട് അല്ലേ. സോ നമുക്ക് ലാസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഹൈ പോയിന്റ് ഇതാണ്. ഈ ഒരു ഏരിയയിൽ നമുക്ക് എന്ത് ചെയ്തു, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ സംഭവിച്ചു. ഓക്കെ, ഈ ഒരു 3 candle കൺഫർമേഷൻ വന്നിട്ടുണ്ട്. സോ ഇത് നമുക്ക് ഹൈ ആക്കിയിട്ട് എടുക്കാം. സോ ഇവിടുത്തെ ട്രേഡിംഗ് റേഞ്ചും ഏകദേശം എന്താണ്, ഈ ഒരു ലോ ടു ഈ ഒരു ഹൈ ആണ്. ഓക്കെ, ചെറിയ ട്രേഡിംഗ് റേഞ്ച് ആണ്. ഇത് മാർക്കറ്റിൽ ഈ റേഞ്ച് എന്ത് ചെയ്യാനുള്ള ചാൻസ് ഇല്ല, വർക്ക്ഔട്ട് ആവാനുള്ള ചാൻസസ് കാണുന്നില്ല. ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി നമ്മൾ ഇതിലും എന്ത് ചെയ്യുന്നില്ല, കാണുന്നില്ല. ഓക്കെ, ഇതാണ് ട്രേഡിംഗ് റേഞ്ച്. ഓക്കെ, പക്ഷെ ഇവിടുന്ന് ഞാൻ എന്ത് ചെയ്യുന്നില്ല, എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഓക്കെ, ദെൻ യൂറോ യു എസ് ടിയിൽ ഇന്നലെ GBP പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇവിടുന്ന് ആയിരുന്നു സെൽ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് അവിടെ അത് റെസ്പെക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇറങ്ങി. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടുന്നുള്ള ആവശ്യത്തിനുള്ള ഏരിയാസ് ഒന്നും ഇല്ല, ലിക്വിഡിറ്റീസ് ഒന്നും ഇല്ല. മാർക്കറ്റ് അതിന്റെ ബേസിൽ ഒന്നും ഇങ്ങനെ ഇറങ്ങിയിട്ട് എന്ത് ചെയ്തു, ആ ഏരിയ ഒക്കെ ഗ്രാബ് ചെയ്തിട്ട് എന്ത് ചെയ്തു, മാർക്കറ്റ് മുകളിലോട്ട് പോയി. ഓക്കെ, അതും നമുക്ക് പ്രോപ്പർ എന്ത് ചെയ്തിട്ടില്ല, നമ്മളെ പ്ലാൻസ് കാര്യങ്ങൾ വർക്ക്ഔട്ട് ആയിട്ടില്ല. ദെൻ മാർക്കറ്റ് എന്ത് ചെയ്തു, റിവേഴ്സൽ ആയി. ഓക്കെ, റിവേഴ്സൽ ആയിട്ട് എന്ത് ചെയ്തു, ഇനി ഇവിടെയാണ് മാർക്കറ്റിൽ എന്ത് ചെയ്യുന്നുള്ളത്, ഒരു വാലിഡ് പോയിന്റ് ഉള്ള ട്രെൻഡ് മാറിയിട്ടൊന്നുമില്ല. ഏറ്റവും ഉണ്ടാക്കിയ ലോ പോയിന്റ് ഇതാണ്, അതിന്റെ ഹൈ പോയിന്റ് ഇതാണ്, ഡൗൺ ട്രെൻഡിൽ തന്നെയാണ്. അപ്പൊ സോ ഇവിടെ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സെല്ല് എക്സ്പെക്ട് ചെയ്യാം. യൂറോ USD കുറച്ചും കൂടെ ഒരു നല്ല ഓപ്പർച്യൂണിറ്റീസ് എന്ത് ചെയ്യുന്നു കാണുന്നത്. കാരണം അത്യാവശ്യം തന്നെ ലിക്വിഡിറ്റീസ് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട് മാർക്കറ്റിന്. ഓക്കെ, അപ്പൊ ഇത് ബ്രേക്ക് ചെയ്ത്, അതും ഡയറക്റ്റ് എൻട്രി നോക്കണ്ട, ഇവിടുന്ന് ഒരു ചെറിയ ചേഞ്ച് ഒക്കെ തന്നതിന് ശേഷം മാത്രം എന്ത് ചെയ്യാം, ലോവർ ടൈം ഫ്രെയിമിലുള്ള കൺഫർമേഷൻ കൂടെ തന്നിട്ട് എന്ത് ചെയ്താൽ മതി, സെല്ല് നോക്കിയാൽ മതി. ഓക്കെ, ഈ ഒരു ഏരിയ വാലിഡ് ആയിട്ടുള്ള ഏരിയ ആണ്, ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ആണ്. ഇവിടുന്ന് മാർക്കറ്റ് എന്ത് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, റിവേഴ്സൽ ആവാനുള്ള ചാൻസസ് കാര്യങ്ങളുണ്ട്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പ്ലാന് യൂറോ USD എന്ത് ചെയ്യാം, നോക്കാം. ഓക്കെ, യെസ്, അപ്പോൾ ഇവിടെ അത്യാവശ്യത്തിന് ലിക്വിഡിറ്റീസ് കാര്യങ്ങളുണ്ട്, അതൊക്കെ ക്ലിയർ ചെയ്തിട്ട് മാർക്കറ്റ് ഇവിടുന്ന് ഇറങ്ങാനുള്ള ചാൻസസ് കാര്യങ്ങൾ കാണുന്നുണ്ട്. ഓക്കെ, സോ ഇതാണ് നമ്മൾ ഇന്നത്തെ 3 പ്ലാൻസ്. ഓക്കെ, ഇതിൽ 3 പ്ലാൻസിൽ നമുക്ക് യൂറോ USD മാത്രമേ നല്ല ട്രേഡിംഗ് പ്ലാൻ ഉള്ളൂ. ഈ ഒരു പ്ലാൻ ബാക്കിയുള്ള GBP USD യൂറോ USD പ്രോപ്പർ വ്യൂ ഇല്ല. മാർക്കറ്റിന് പുതിയ സ്ട്രക്ചർ കാര്യങ്ങൾ ബിൽഡ് ആയിട്ട് വേണം നമുക്ക് അത് ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ, ട്രേഡ്സ് കാര്യങ്ങൾ നോക്കാൻ. ഓക്കെ, അപ്പൊ ജസ്റ്റ് നമ്മൾ മാർക്കറ്റിനെ ഒന്ന് എന്ത് ചെയ്തു, ബ്രേക്ക് ഡൗൺ ചെയ്തു, എന്ത് ചെയ്തു, മാർക്കറ്റിന്റെ കൂടെ ഒന്ന് ട്രാവൽ ചെയ്തു, എന്താണ് മാർക്കറ്റ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തു. ഇതിലിപ്പോൾ പ്രോപ്പർ ഒരു എൻട്രി സെറ്റപ്പിന് വേണ്ടിയിട്ട് കിട്ടിയിട്ടുള്ളത് യൂറോ USD മാത്രമാണ്. അപ്പൊ അത് നോക്കാം. അതും ഡയറക്റ്റ് എൻട്രി കയറണ്ട, നോക്കി അവിടുന്ന് റിയാക്ഷൻസ് വരുന്നുണ്ട്, സ്ട്രക്ചർ ചേഞ്ചിങ് ഒക്കെ തന്നു കഴിഞ്ഞാൽ മാത്രം എന്ത് ചെയ്യാം, ലോവർ ടൈം ഫ്രെയിമിലുള്ള ഷിഫ്റ്റിംഗ് തന്നു കഴിഞ്ഞാൽ മാത്രം എന്ത് ചെയ്യാം, അവിടുന്ന് ട്രേഡ് നോക്കുക. ഡിസംബർ ആണ്, അപ്പൊ അതിന്റെ ബേസിൽ എന്ത് ചെയ്യാം, മാർക്കറ്റിന്റെ ബിഹേവിയറും വോളിയം മൂവ്മെന്റും കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ട് ട്രേഡിലോട്ട് എൻ്റർ ആവാം. മാക്സിമം വലിയ റിസ്ക് കാര്യങ്ങളൊക്കെ ഒഴിവാക്കാം. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.